പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഭാരതത്തിലാണുള്ളത്. ഭാരതത്തിന്റെ ജെണ്ട ഇതിലിങ്ങനെ നടന്നു വരുമ്പോ അവിടെ നേപ്പാളിന്റെ കൊടി കാണാം. ഇതാണ് നേപ്പാൾ. അപ്പോൾ നമ്മള് സഞ്ചരിച്ച് ഉത്തരാഖണ്ഡ് വഴിയൊക്കെ സഞ്ചരിച്ച് നമ്മൾ അവസാനം വഴി തെറ്റിയോ വഴി തെറ്റാതെയൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിരിക്കും. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അല്ലേ യോനിസേ, നമ്മൾ നേപ്പാൾ അതിർത്തി കടന്നിരിക്കുകയാണ്. ഇവിടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഭാരതത്തിനും നേപ്പാളിനും പൊതുവായിട്ടുള്ള സംഗതി ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കഞ്ചാവ് വെടിയാണ്. ഒരേ ലൈനിൽ ഭാരതത്തിലുണ്ട് നേപ്പാളിലുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടി കാണാം. അപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി ഭായ്, आपका पासपोर्ट नेपाल का है इंडिया का है? नेपाल का। आपका नाम क्या है? प्रकाश भाई का गाड़ी में हम जा रहे हैं, अभी थोड़ा आगे जाके वापस आए. ओके, थैंक यू. പ്രകാശ് ഭായിയുടെ വണ്ടിയിൽ നമ്മളിങ്ങനെ നേപ്പാളിനുള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ നേപ്പാളിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബോർഡർ ആയതുകൊണ്ടായിരിക്കും സൈക്കിളില് ये लोग क्या लेके जाते हो? इंडिया से आते हैं वो लोग? सब इधर ही सस्ता मिलते है. इधर ही भेजने वाला. അപ്പൊ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് ഇവിടെ വിൽക്കുന്ന ആൾക്കാരാണ്. ഇനി ദാൽ സബ് ഭേജേക. ഇവിടെ പരിപ്പും പഞ്ചസാരയൊക്കെ മേടിച്ചിട്ട് വിൽക്കാൻ കൊണ്ടുവന്ന ആൾക്കാരാണത്. അങ്ങനെ എന്തായാലും നമ്മൾ നേപ്പാളിനുള്ളിൽ കയറി. ഇവിടെ ഇപ്പൊ ബോർഡുകളൊക്കെ നേപ്പാളി ഭാഷയിൽ എഴുതിയേക്കുന്നുണ്ടോ? ബോർഡുകളൊക്കെ എഴുതിയേക്കുന്നത് പട്ടാളക്കാരൊക്കെ നിൽക്കുന്നു. നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഞെരുങ്ങിയിരുന്ന് പോകാൻ കണ്ടിട്ട് പട്ടാളക്കാരൻ അവിടെ നോക്കുന്നത് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാമെന്ന് ചോദിച്ചിട്ട് വീടുകൾ. നമ്മള് നേപ്പാളിലെ ഒരു നഗരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. मार्केटिंग का नाम है करे किधर भी रुक दो, वापस जाने का बस. आपका गाड़ी में वापस जाएगा. ये नगर का क्या नाम क्या बोला? നമ്മളിപ്പോ കഞ്ചൻപൂർ ജില്ലയിലെ മെഹന്ദർ നഗർ എന്ന് പറയുന്ന ഒരു നേപ്പാളി സിറ്റിയിലാണ് ഇപ്പൊ വന്നുവിട്ടിട്ടുള്ളത്. വളരെ രസകരമായ ജ്യൂസ് ഷോപ്പ് ആണ്. നേപ്പാളിലെ ഷോപ്പുകളാണ് കാണുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ 5 കരിമ്പ് ജ്യൂസ് കുടിച്ചപ്പോൾ 150 ഇന്ത്യൻ റുപ്പീസായി. ബാക്കി ഒരു 200 റുപ്പീസ് കൊടുത്തപ്പോൾ 2 നോട്ട് കിട്ടി. ഇത് കിട്ടണേക്കാ ഭായി? 100ന്റെ ഒരെണ്ണം. ഈ കിട്ടണേക്കാ 120 രൂപ തിരിച്ചു കിട്ടി. നമ്മൾ 200 ഇന്ത്യൻ റുപ്പീസ് കൊടുത്തപ്പോൾ 5 കരിമ്പ് ജ്യൂസും കിട്ടി, പിന്നെ 120 രൂപ തിരിച്ചും കിട്ടി. താങ്ക് യു. അങ്ങനെ അരമണിക്കൂറത്തെ നേപ്പാൾ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ച് പ്രവേശിച്ചു. വെറും പാസ്പോർട്ടിൻ്റെ കോപ്പി മൊബൈൽ കാണിക്കുന്ന ഒരു പരിപാടി മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ അവിടേക്ക് പോകാൻ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.